സംസ്ഥാന ബജറ്റ് വെള്ളിയാഴ്ച നടക്കുമ്പോൾ മാവൂർ, വാഴക്കാട് പഞ്ചായത്തുകളിലുള്ളവരും ഏറെ പ്രതീക്ഷയിലാണ്. കാലങ്ങളായി തങ്ങൾ കാത്തിരിക്കുന്ന മണന്തലക്കടവ് പാലം ഈ വർഷത്തെ ബജറ്റോടെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വാഴക്കാട്, മാവൂർ ഗ്രാമപഞ്ചായത്തിലുള്ളവർ വർഷങ്ങളായി കാത്തിരിക്കുന്ന മണന്തലക്കടവ് പാലം ഈ വർഷത്തെ ബജറ്റോടെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പഴയ കാലം മുതൽ തന്നെ ചാലിയാറിലെ ആദ്യ കടവുകളിലൊന്നാണ് മണന്തലക്കടവ്. മാവൂർ, വാഴക്കാട് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന മണന്തലക്കടവ് നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്നു. 1960കളിൽ മാവൂർ ഗ്വാളിയർ വൈൻസ് ഫാക്ടറി ഉള്ള കാലത്ത് തന്നെ പാലമെന്ന ആവശ്യമുയർന്നു. 5 കിലോമീറ്ററിൽ താഴെ ഊർക്കടവിൽ പാലം വന്നതോടെ ബോട്ട് സർവീസ് നിലച്ചെങ്കിലും ഇപ്പോഴും മാവൂരിലെത്താൻ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ്. മുസ്തഫ പൂവാടിച്ചാലിൽ എന്നയാൾ നൽകിയ നിവേദനത്തിന് മറുപടിയായി മണന്തലക്കടവ് പാലത്തിനായി മണ്ണ് പരിശോധനയും പ്ലാനും എസ്റ്റിമേറ്റും പൂർത്തിയായെന്നും ബജറ്റിൽ ഉൾപ്പെടുത്താൻ ഫയൽ ധനവകുപ്പിൻ്റെ പരിഗണനയിലാണെന്നും രേഖാമൂലം അറിയിച്ചിരുന്നു. മണന്തലക്കടവ് പാലത്തിനായി മാവൂരിൽ അനിശ്ചിതകാല സത്യഗ്രഹമടക്കം പ്രക്ഷോഭങ്ങളും നടന്നു. 2.8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മണ്ണ് പരിശോധനയും പ്ലാനും പൂർത്തിയാക്കിയത്. മണന്തലക്കടവിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ തോണി അപകടം നടന്നത് ഇന്നും നടുക്കത്തോടെയാണ് നാട്ടുകാർ ഓർത്തെടുക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള മണന്തലക്കടവ് പാലത്തിന് വെള്ളിയാഴ്ച സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഫണ്ട് വകയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മാവൂർ.